ടു അവർ ചാനൽ. ഇന്ന് ഇപ്പം തോന്നുന്നുണ്ടായിരിക്കും ഇപ്പൊ ഇത് കിഡ്സിന്റെ ചാനലാന്ന്. അല്ല, ഞങ്ങള് അമ്മയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കണം. അമ്മ അവിടെ തൊട്ടിനെ പിടിച്ചിരിക്കണ ഞാനാണ് വീഡിയോ എടുക്കണമെന്ന്. ഓക്കെ, അപ്പൊ തപ്പു ഇന്ന് പറയും ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. തപ്പു പറഞ്ഞ ഫിഷിങ്ങിന് പോവാന്നാണ് അവൾ പറയണേ. അപ്പൊ ഇന്ന് ഫിഷിങ്ങിന് പോവാണ് നമ്മളൊന്ന്. അതുകൊണ്ട് നമ്മള് കാണിച്ചു തരാം നമ്മള് ഇപ്പൊ എന്താ ചെയ്യണം. ഇതുവരെ അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുണ്ടല്ലോ, ഒരാള് ഫിഷ് ചെയ്തോണ്ടിരിക്കായിരുന്നു ഒരു വല ഇട്ടിട്ട്. അതിന് അവര് ഞങ്ങളുടെ വല ഇട്ടോണ്ടിരിക്കായിരുന്നു. അതിന് അവര് ഞങ്ങൾ കൂയി. അവർക്ക് മീനെ കിട്ടിയില്ല. അത് തന്നെ, അതുകൊണ്ട് ഞങ്ങൾ പോയി. അതുകൊണ്ട് പക്ഷെ അവരൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ മുഖം കവർ ചെയ്തോണ്ട് തപ്പു പറഞ്ഞില്ല. തപ്പു സൈലന്റ് ജെന്റൽ കെയറിങ് പോയാണ്. ഇപ്പൊ ഞങ്ങള് റെഗുലാന്റെ മറ്റേ ഞങ്ങള് മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ സെയിം തന്നെ. ഞാൻ വീഡിയോ എടുക്കാറില്ല, പക്ഷെ ഞാൻ സഡൻലി വന്നതാണ് ആദ്യമായിട്ട്. അതല്ല ആദ്യമായിട്ട് പക്ഷെ എനിക്ക് തോന്നി വെറുതെ തോന്നാലാണ് തോന്നിയത് വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാറില്ല, വെറുതെ തോന്നുന്നതാണ്. അവിടുത്തെ വലയുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. എനിക്കറിയാം, ഞാൻ എടുത്തോളാം. നീ തലയൊക്കെ തിരിച്ചൊക്കെ എടുക്കണ്ടല്ല. ഇതെന്റെ അമ്മ, ഇത് രേഷ്മാൻഡി, ഇത് ഷുട്ടു, ഇത് 2 ഡബിൾ സുട്ടുകൾ. ഇത് സുന്ദർസി, ഇത് നമ്മുടെ സുന്ദർ. ഇത് വേറൊരാള് അവിടെ ഫിഷിങ് ചെയ്യാണ്ടിരിക്കുന്നത്. പിന്നെ ഇത് തപ്പു, ഇയാളാണ് പറയാണ്ടായിരുന്നേ നമ്മുടെ ഫിഷിങ്ങിനെ കുറിച്ച്. ഇത് മാമൻ, ഇത് ആന്റിക്ക് ഇഷ്ടമല്ല വീഡിയോ എടുക്കാൻ. എന്നാലും ഇപ്പൊ ഞാൻ എടുത്തു പോയി. അതുകൊണ്ട് അരുതേണ്ട, അതുകൊണ്ട് അടിച്ചിരിക്കണേ കള്ളി. പിന്നെ ദേ TP മാമൻ, പിന്നെ സാരിഷ് മാമൻ, പിന്നെ അച്ഛൻ. പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹൃതിക പറയണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് പോണ്. അതുകൊണ്ട് ഞങ്ങൾ പിങ്ക് ഫോണാന്ന് ഹൃതിക പറയണ. അപ്പൊ ഞാൻ ചെക്ക് ചെയ്യാൻ പോണം, നോക്കിക്കോട്ടെ. ഇല്ല, ഭംഗിയില്ല. മീൻസ് ഒരു ഭംഗിയില്ലാത്താന്ന്. അവര് ഫിഷ് ചെയ്തോണ്ടിരിക്കണത് അവരുടെ മീനാണ്ട് കാണാൻ പറ്റണേ. അത് ഞങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാണ്. ആൾക്കാരെയൊക്കെ ഞങ്ങൾ കൂണ്ടതിന്റെ ഇടയ്ക്ക് വേണ്ട. ആ മീൻ അവിടെ പിടിക്കണ മീനാണ്. എനിക്ക് ഇന്ന് ഈസ്റ്ററായ കാരണം എല്ലാ കടയും ഇപ്പൊ ഓപ്പൺ ആണ്. ഇപ്പൊ എല്ലാ കടയും അടക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ എല്ലാ കടയും ഓപ്പൺ ആണ്. അത് എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടെ. അയ്യോ, ഞാൻ ഇത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഇത് ഋതിക എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ബെസ്റ്റ് മീൻസ് പിന്നെ ഇവിടെ കുറെ ഷിപ്സുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടുത്തെ ഫ്രീക്കറാണ്. ഈ ടിയാപുട്ടന്റെ ഫ്രീക്കറാണ്. വേണ്ട അയ്യോ, ഫ്രീക്കറിട്ട് ഇടിക്കാൻ വരണ്ട്. ഒരു ഗ്രൂപ്പ് വരണ്ട് ടിഎ ഫ്രീക്കനും പിള്ളേരും. അതുവരെ ഒരു ഗ്രൂപ്പ് വരണ്ട്. ടിഎ ഫ്രീക്കനും പിള്ളേരും എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വരണ്ട്. ഡാൻസ് കളിക്കണ്ടേ? വേണ്ട, എനിക്ക് പിടിക്കാനറിയാം. ഓക്കെ, ബൈ. ഒരു ഡൗട്ട് തോന്നി. ഇതൊരു കാലിന്റെ പോലെ ഇരിക്കണില്ലേ? ആ 2-3 കുട്ടികളൊക്കെ മാറ്റി അതിനൊരു കാലിന്റെ പോലെ ഇരിക്കണില്ലേ? അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി ഇത് എന്തിട്ടാന്ന്. അതുകൊണ്ട് നിങ്ങളൊന്ന് കമന്റില് എന്തിട്ടാന്ന് പറയാട്ടാ. ഇത് ബോട്ട് പോലെ ഇരിക്കണില്ല, പക്ഷെ ഇതൊരു ബോട്ടല്ല. ഇത് ഒരു താഴെ ഒരു വെന്റാണ് ഫിഷ് അടിക്കാൻ. വേണ്ട, അവിടെ ഒരു താഴും ഒരു ബോട്ടുണ്ട്. പെൻസിൽ പോലും ഇരിക്കുന്നുണ്ട്. റൈറ്റ്, ഇതവിടെ കൊറേ ഞങ്ങൾ മുന്നേ പോയിണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞങ്ങൾക്ക് ഒരാഴ്ച മുന്നേ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ടാടാ എവിടെ ഡൈനോസറിന്റെ ഡവൻ പറയണ ഡൈനോസറിന്റെ ബോട്ടാണ്. ഇത് ഡൈനോസറിന്റെ ബോട്ട് ഇതാണ്. ഓക്കെ, ഡൈനോസറിന്റെ ബോട്ട്. പിന്നെ നല്ല ഭംഗിയുള്ള സ്കൈ. ഓക്കെ, യാ.
അവർ നല്ല പോലെ ഫിഷിങ് ചെയ്യണ ടീപ്പ് മാമ പാക്കേജ് പൊന്തിക്കണ്. ഹായ് പറ. ടപ്പു സുട്ടു നീ വീഡിയോയിലുണ്ട്. ടപ്പു ഇതാണ് ചുട്ടു. ഞാൻ ഇവനെ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഇത് ചുട്ടു ചുട്ടു. എല്ലാരും ഇവിടെ ബ്രെഡ് എടുത്തോണ്ട് ഫുഡിന് ഇട്ടോണ്ടിരിക്കാൻ മീനെ പിടിക്കാൻ വേണ്ടി. ഇവിടെ ഞാൻ സീക്രട്ട് ആയിട്ട് നിങ്ങളോട് മാത്രം പറയാനുള്ളൂ. എന്തിനാന്നറിയോ, ഇത് ഇവിടെ ഉണ്ട് ഹിന്ദി സോങ്സ് മാത്രമേ ഉള്ളൂ. ഇതേണ്ട ഹിന്ദി സോങ്സ് മാത്രം എന്തൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഹിന്ദി സോങ്സ് അത്ര ഉണ്ട്. അത് എന്തൊക്കെയാണ് എനിക്ക് ഹിന്ദി സോങ്സ് കണ്ടു. ഇവിടെ വേറെ ഒരു പാട്ട് കൂടിയില്ല ഹിന്ദി സോങ്സ്. ഹിന്ദി സോങ്സ് മാത്രമേ ഉള്ളൂ. ശരിയാ. ഓക്കെ, ഇതുവരെ ഞങ്ങൾ വീഡിയോ എടുക്കൽ കഴിഞ്ഞു പറഞ്ഞിട്ട് അമ്മ വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ അമ്മയുടെ ചീത്ത പറയും. അതുകൊണ്ട് അമ്മ വീഡിയോ എടുക്കും. ബൈ. ഇല്ല, ഞങ്ങളിവിടെ സ്കെയറി വഴി കൂടെ പോയോണ്ടിരിക്കുക. ഞാൻ നല്ല സ്കെയറാണ്. ഈ വഴി കൂടെ ഞാൻ നല്ല പോകാനൊരു സ്കെയറുണ്ട്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് പോണത്. വേണ്ട, അയ്യോ എനിക്ക് പേടിയാണ്. ഞാൻ കാണിച്ചത് എങ്ങനെയാണ് വഴി. ഇതാണ് വഴി, നല്ല ഹാർഡാണ് നടക്കാൻ. അയ്യോ ഞാൻ പേടിച്ചിട്ടാണ് നടക്കണത്. എന്താ ഞാൻ പയ്യെ സ്റ്റെപ്പ് വയ്ക്കണുള്ളൂ. ഇതാണ്ട് ഇവിടെ ഒക്കെ പോയി ചാടി കഴിഞ്ഞാൽ ഓട്ടിയാണ്. നല്ല സൂക്ഷിക്കണം. നല്ല ഡേഞ്ചറസ്. അവിടെ പൊട്ടിണ്ടായിരുന്നു. സ്റ്റെപ്പുകളൊക്കെ പൊട്ടി അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട്. അത് എന്നിട്ടാന്ന് മനസ്സിലാവണില്ല. അത് കണ്ടുപിടിച്ചതാണ്. നോക്കിയപ്പോ മനസ്സിലാവണില്ല. ഇതാണ്ട് ചൂണ്ട വീക്കാൻ നോക്കിയാണ്ടില്ല കൂവാം. ഓക്കെ, അവർക്ക് കിട്ടിയില്ല ഇങ്ങോട്ട് നമുക്ക് പോവാം. നമുക്കുണ്ടല്ലോ അവിടെ പോയി നിക്കാം. ഓക്കെ വാ, അല്ലെങ്കിൽ ഉണ്ടോ നമ്മള് വീടിന്റെ ഉണ്ടാവും. അതെ, ആടാൻ പോവാ. അതുകൊണ്ടേ എനിക്ക് പേടിയാണ്. അത് ഞാൻ ആടാണ്. അയ്യോ രക്ഷിക്കണേ. അയ്യോ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാ. ഞാൻ ഓടിക്കൊണ്ടിരിക്കാം. ഇപ്പൊ 1 2 3 go. അയ്യേ കിട്ടി. മാമന്റെ വകറി മീൻ ഫൈനലി. ഫോട്ടോ എടുത്തോ മാമ. ഇതെന്ത് മീനാന്ന് മനസ്സിലാവണില്ല എനിക്ക് അറിഞ്ഞൂടാ മീനെ കുറിച്ച്. എനിക്ക് അത്ര കമന്റ് ചെയ്ത മീൻ എന്താന്ന് കമന്റ് ചെയ്തിട്ടാ. മാമന്റെ വകറി മീൻ. ഒരു മീനും കിട്ടിയിട്ടില്ല. പാവം ഒരു മീൻ കിട്ടിയിട്ട് അങ്ങനെ. യെസ് ഫൈനലി മീനെ കാണാൻ കിട്ടും. ഓക്കെ, ഇവര് എറിയാൻ പോകണ്ട. ഇവര് എറിയാൻ പോവാ. ഇതിൽ ആരാണ് ജയിക്കാൻ നോക്കാം. ഇത് നമ്മുടെ ടീം, ഇത് വേറെ ആൾക്കാരുടെ. ഇത് ആര് ജയിക്കാൻ നോക്കാം, ആർക്കാണ് മീൻ കിട്ടാൻ നോക്കാം. നല്ല ഫേമസ് ആണ് ഈ വീഡിയോ. നോക്കിക്കോ, അടിപൊളി. നോക്ക് ഞാൻ കൂവാൻ പോണേ. അയ്യേ ഞങ്ങള് കണ്ടതല്ലേടാ. നീ അയ്യോ മാമന്റെ മീൻ കിട്ടി. നീ പോയി അവിടെ നിക്ക്, മാമനെ കൂട്ട്. കൊഴപ്പില്ല മീൻ കിട്ടുമ്പോ തോന്നണ്. സായൂജ് മാമന്റെ കൊഴപ്പല്ല, അതേ ഈ വലയുടെ കൊഴപ്പാണ്. പറഞ്ഞില്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ?
നാലെണ്ണം ഹിന്ദി ആയിരുന്നാണ് ഞാൻ പറഞ്ഞ ഹിന്ദി നീ പറഞ്ഞല്ലേ ഞങ്ങൾ ഇവിടെ ഇതിന്റെ അടിയിൽ ഒരു ലൈറ്റ് അവരുടെ പോലെ എനിക്ക് അവിടെ സെറ്റ് ആയിരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ ഇതേണ്ട റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുന്നു പോയി ഞങ്ങളോട് സുഖമായിട്ട് ഇവിടെ ഇരിക്കാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട് നടക്കാത്തത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാനിപ്പൂരി കഴിച്ചിട്ട് വന്നതാണ് 2-3 രാവിലെയും കഴിച്ചു അതുകൊണ്ട് ഡിന്നറിനും കഴിച്ചു വയറ് ഫുള്ളായിട്ടാണ് വന്നതാണ് ഇവിടെ എത്തിയപ്പോ കൊറേ നേരം എടുത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ വിശക്കുണ്ട് ഇവർക്ക് വിശക്കുണ്ട് എനിക്ക് ചെറുതായിട്ട് വിശക്കുണ്ട് അതാണ് ഇവള് പറയുന്നത് പക്ഷെ എല്ലാ കടകളും ഓപ്പൺ ആയി ഓക്കെ കുഴപ്പമില്ല അതോട് ഞാൻ ചോദിക്കണം വയറുണ്ട് ഒന്നില്ല ഫുഡ് കൊണ്ടുവന്നിണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അതെ മിസ്റ്റേക്ക് ഞങ്ങൾ അറിഞ്ഞില്ല അവിടെ കുറെ ട്രീസ് ഉള്ള കാരണം ഞങ്ങളിവിടെ വ്യൂ ചെയ്തോണ്ടിരിക്കുക അതിനോട് സോങ്സ് മുകളിലുണ്ടല്ലോ പക്ഷെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും സോങ്സ് പക്ഷെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തണുപ്പത്തിൽ കൂടെ ഇരിക്കുക ഈ കടയുടെ സോങ്സ് ആണ് അത് പക്ഷെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടല്ല ഞങ്ങൾക്ക് ആ സോങ്സ് ഇഷ്ടമല്ല അത് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിരിക്കാണ് ഞങ്ങൾക്ക് ഒരു പണിയില്ല ഇവിടെ അവിടെ പോവാൻ പറ്റില്ല കാരണം അവിടെ എല്ലാവരും അവിടെ പറയാ അവിടെ ഞങ്ങളെ പോവാൻ സമ്മതിക്കില്ല ഞങ്ങൾ അലൗഡ് അല്ല അവിടെ റോഡാ പിന്നെ അതുകൊണ്ട് പോകാൻ പറ്റില്ല അടിക്കില്ല വണ്ടി അതെ അവിടെ വെറുതെ ഇവിടെ ഇരിക്കാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളോട് വെറുതെ സംസാരിച്ചിരിക്കായിരുന്നു ഇവിടെ പിന്നെ കാഴ്ചയൊക്കെ കാണാൻ പറ്റുള്ളൂ അവിടെ നല്ല ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാട്ടാ ഇവിടെ ഞങ്ങൾ വെറുതെ നോക്കിയിരിക്കാം കിട്ടിയെന്നാണ് പറയണത് ഈ സുന്ദർത്തിനാണ് കിട്ടിയെന്ന് പറയണത് ഇതേണ്ട അവന്റെ കണ്ട ബൾബ് പോലെ അവൻ ഉറക്കം തന്നെ സമയമായി അവന്റെ ഉറക്കം ഒക്കെ പോയി ഡാഡിക്ക് എടുത്തുമ്പോ കിട്ടുന്ന നോക്കിട്ടാ പോയി നോക്കിട്ടാ പോയി നോക്കി അച്ഛനപ്പം കൂട്ട് നോക്കി പോയി പോയി അവൻ പോയി ബബിള് നോക്കാൻ പോയി ബബിളല്ലല്ലോ മീനെ നോക്കാൻ പോയി മീനെ നോക്കാൻ പോയി അവൻ പോയിട്ട് സ്ഥലം വിട്ടു കിടന്ന് നമ്മളിവിടെ വ്യൂ കണ്ടിരിക്കണ്ട് ഇതേ അവരങ്ങോട്ട് എന്നിട്ടാ എടുക്കാൻ പോയി ഹൃദയക്ക് ചിരി വരുന്നുണ്ട് ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് ചിരി കണ്ടോന്നില്ല ഹൃദയക്ക് ചിരി വരുന്നത് ഇവളാണ് ഇപ്പൊ പൊട്ടിച്ചിട്ട് ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കാണ് ക്യാമറ നോക്കിയിട്ട് ക്യാമറ മാറ്റി വെച്ചിട്ട് തപ്പ് ഇച്ചിരി ഉറക്ക ക്ഷീണത്തിലിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് ഉറക്കം ഇനി ഉറക്കൊന്നുമില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇവൾക്ക് ഉറക്കം ഒട്ടുമില്ല എന്തോ ഏത് പറയണു കണ്ടു 1-ാം തീയതി ഞാൻ വിശ്വസിച്ചു അപ്പൊ എന്തോ പറയണപ്പോ പറയണു ഞാൻ പറ്റില്ല ഞാൻ വിശ്വസിക്കുന്നില്ല വലിയ മീന ഇത് അണ്ടർ സൈസ് ആയാലും നമ്മൾ തിരിച്ചിട്ടാണ് ഇവനും കുറച്ചുകൂടി കിൻഡർ ഗാർഡൻ ലെവലിലൊക്കെ പോയി പഠിച്ച് വലുതായി ഒരു ഡിഗ്രി ആകുമ്പോൾ നമുക്ക് പഠിക്കാം ഇപ്പൊ കിൻഡർ ഗാർഡനിൽ കൂട്ടാൻ പറ്റില്ല ഇവനെ കിൻഡർ ഗാർഡനിൽ പോലും കൂട്ടാൻ പറ്റാന്ന് കുഞ്ഞാണ് കടക്ക് രണ്ട് പിടിച്ച് കടിക്കുന്നുണ്ടല്ലോ ചാവോ ആനാക്ക് ഞാൻ പോവാ ഇതെന്തത് നോത്ത് നമുക്ക് 3 പേർക്ക് രാഷ്ട്രീയ വണ്ടി കയറാൻ പറ്റും 5 പേർക്ക് പോകാൻ പറ്റാൻ പറ്റില്ല നമുക്ക് പോരാ നമുക്ക് ആണോ
അന്ന് നിങ്ങളെല്ലാരും എല്ലാവർക്കും കയറാൻ പറ്റുമോ? എല്ലാരും കയറോ? അല്ല ഇപ്പൊ ഒരാൾക്ക് നിൽക്കണമെങ്കിൽ ഞാൻ നിൽക്കാൻ കുഴപ്പമില്ല.